പയ്യാവൂർ ഊട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കുംഭം 10 മഹോത്സവം ശനിയാഴ്ച നടക്കും. മഹോത്സവത്തിനായി കാളകളുടെ പുറത്ത് അരിയുമായി കുടകരും എത്തിക്കഴിഞ്ഞു. കുടക് മലയാളി ബന്ധത്തിന്റെ ഐതിഹ്യമുള്ള പയ്യാവൂർ ഊട്ടുമഹോത്സവം പുരോഗമിക്കുകയാണ്. കുംഭം 10 മഹോത്സവത്തിന് ദേവന് കാഴ്ചവെക്കാൻ കുടകിൽ നിന്നുള്ള ഭക്തർ കാളപ്പുറത്ത് അരിയുമായി വെള്ളിയാഴ്ച രാവിലെ പയ്യാവൂർ ശിവക്ഷേത്രത്തിലെത്തി. കർണാടക കുടക് ജില്ലയിലെ ബഹൂരിയൻ മുണ്ടയോടൻ തറവാട്ടുകാരാണ് പൗരാണിക കാലം മുതൽ പയ്യാവൂരപ്പന് അരി സമർപ്പിക്കുന്നത്. തുടർന്ന് കുടകരുടെ തുടികൊട്ടിപ്പാട്ട് നടന്നു. മഹോത്സവ ദിനമായി 22-ന് പുലർച്ചെ 4-ന് നെയ്യമൃതുകാരുടെ നെയ്യൊപ്പിക്കലും വൈകുന്നേരം 4-ന് ചൂളിയാട് ദേശവാസികളുടെ ഓമനക്കാഴ്ചയും ആനപ്പുറത്ത് തിടമ്പെഴുന്നള്ളത്തും കുടകരുടെ മടക്കയാത്രയും നടക്കും. കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നെയ്യമൃത് മഠങ്ങളിൽ നിന്ന് നെയ്യമൃതുകാർ വന്ന് നെയ്യൊപ്പിക്കലാണ് ആദ്യത്തെ ചടങ്ങ്. നെയ്യൊപ്പിക്കൽ 4 സ്വരൂപങ്ങളാണ് ഈ പയ്യാവൂർ ശിവക്ഷേത്രത്തിൻ്റെ നെയ്യമൃത സംഘങ്ങൾക്കുള്ളത്. ചൊല്ലി സ്വരൂപം, കോലസ്വരൂപം, പ്രയാട്ട സ്വരൂപം, നെയ്യോട്ട് സ്വരൂപം. ഈ സ്വരൂപങ്ങളുടെ മടക്കാർ വന്ന് നെയ്യൊപ്പിച്ചതിന് ശേഷം പിന്നീട് ഭക്തജനങ്ങൾക്കാകെ നെയ്യമൃത് വെക്കാനുള്ള അവസരമൊരുക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 12:30-ന് താഴത്തമ്പലത്തിൽ നിന്ന് ആനപ്പുറത്ത് തിടമ്പെഴുന്നള്ളത്തും അതോടൊപ്പം തിരുനൃത്തവും അതിനോടനുബന്ധിച്ച് കോമരത്തച്ഛൻ്റെയും നെയ്യമൃതയുടെയും കുഴിയെടുപ്പിൽ നൃത്തവുമാണ്. വൈകുന്നേരം 4 മണിക്ക് കുംഭം 6-ാം തീയതി കൊലകുടിയിൽ വെച്ച് കുംഭം 9-ന് എടുത്തതിന് ശേഷം കുംഭം 10-ന് ചൂളിയാട് രാവിലെ നിന്ന് പുറപ്പെട്ട് കാൽനടയായി പയ്യാവൂരിലെത്തുന്ന ഓമനക്കാഴ്ച പയ്യാവൂർ ശിവക്ഷേത്രത്തിൻ്റെ പയ്യാറ്റ് വയലിലെത്തുമ്പോൾ ദേവസ്വം അധികാരികളും നെയ്യമൃതകാരിൽ നിന്ന് സ്വീകരിക്കുകയും ആനപ്പുറത്ത് എഴുന്നേറ്റോടുകൂടി അവരിവിടെ എത്തിച്ചേരുകയും ഓമനക്കാഴ്ചയ്ക്കായി കാഞ്ഞിലേരി, മയ്യിൽ, കുറ്റ്യാട്ടൂർ, ബ്ലാത്തൂർ, ചേടിച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വാഴക്കുലകൾ ശേഖരിച്ച് ചൂളിയാട്ടെ തൈവളപ്പ്, നല്ലൂർ, തടത്തിൽക്കാവ്, ചമ്പോച്ചേരി, മടപ്പുരക്കീൽ എന്നീ 5 കുഴികളിലായി പഴുപ്പിക്കാൻ വെച്ചിരുന്നു. തുടർന്ന് കുലകൾ പുറത്തെടുത്ത് കുഴികൾക്ക് സമീപം 5 പന്തലുകളിലായി തൂക്കിയിടുകയും ഇവ തണ്ടുകളിലാക്കി പയ്യാവൂരിലെത്തിക്കുന്ന ഓമനക്കാഴ്ചയും നടക്കും. തിടമ്പ് നൃത്തത്തോടെ നടക്കുന്ന മഹോത്സവത്തിന് ശേഷം കുടകരുടെ മടക്കയാത്രയും ഭക്തിനിർഭരമാണ്. വെള്ളിയാഴ്ച കുടക് ജില്ലയിൽ നിന്ന് മാത്രം ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലെത്തിയത്. വിവിധ ജില്ലകളിൽ നിന്ന് ഭക്തർ എത്തുന്നതോടെ പയ്യാവൂർ ജനസമുദ്രമാകും. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.